വെറും 3 മിനിറ്റ് കൊണ്ട് ഒരു മീൻകറി ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. ഉറപ്പായിട്ടും പറ്റും. അതാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റ് തന്നെയുള്ളൊരു മീൻകറിയാണ്. അപ്പം ട്രൈ ചെയ്യാത്തവരൊക്കെ ഇങ്ങനെയൊന്ന് അടുത്തതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇന്നിപ്പം മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ചട്ടി എടുക്കുക, അത് അടുപ്പത്തേക്ക് വെക്കുക. ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉലുവ ഇടണം. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് അധികം കരിയാൻ നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. പേസ്റ്റല്ല, ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച കറിവേപ്പില ഒന്നുമല്ല, വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം വലിയുള്ളി ചേർക്കാം. കാരണം ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഇവിടെ ഇപ്പോൾ ഒരു 1.5 ചെറിയ തക്കാളി ആയതുകൊണ്ട് 1.5 എടുത്തത്. ഇല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു തക്കാളിയൊക്കെ മതിയാവുണ്ടാവും. അപ്പം അത് ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാം. ഇവിടെ ഇപ്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാദാ മുളക് പൊടി തന്നെയാണ് ചേർത്തത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ അതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് വാളംപുളിയാണ് ഇവിടെ എടുക്കുന്നത്. വാളംപുളി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കതൊന്ന് ഇളക്കി വെക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണോ നോക്കിയിട്ട് ആ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അത് അടുപ്പത്ത് കുറച്ച് മീഡിയം ഫ്ലെയിമിലാണ് ഒന്ന് തിളച്ച് വരണം. കുറച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് പാകത്തിനൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞമ്മത്തിയാണ് ഇന്നിവിടെ. വലിയ മത്തിയല്ല, കുഞ്ഞമ്മത്തിയാണ്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞമ്മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തവി ഉപയോഗിച്ചിട്ട് വല്ലാണ്ട് അങ്ങ് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ചട്ടി വെച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇവിടെ വെക്കുന്നത്. അധികം ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. അപ്പം കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നല്ലപോലെ അവിടെ റെഡിയായി വരണം. ഒരു മീൻ പെട്ടെന്ന് വേകും, അത്ര സമയമൊന്നും വേണ്ട. പിന്നെ മീൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.